അവധിക്കാലം ഉല്ലസിക്കാൻ മാത്രമല്ല വരുമാന മാർഗം കൂടിയാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചാഴൂർ ദുബായ് റോഡിലെ കുഞ്ഞു സംരംഭകൻ അൽഫസ. ചാഴൂർ നെടുപുരയ്ക്കൽ റാഫിയുടെയും സുബിതയുടെയും മകനാണ് വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കൊച്ചുമിടുക്കൻ. ചീരക്കുഴി റോഡിന് സമീപം വീടിനോട് ചേർന്നാണ് അൽഫസയുടെ ഇച്ചാപ്പി സ്റ്റോഴ്സ് എന്ന കൊച്ചുകട സ്ഥിതി ചെയ്യുന്നത്. വീട്ടിൽ ഉമ്മയും ഉമ്മൂമ്മയും തയ്യാറാക്കി കൊടുത്ത ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ഇരുമ്പൻപുളി, അമ്പഴങ്ങ എന്നിവയും മധുരം നുണയുന്നവരെ പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നാരങ്ങ മിഠായിയും കപ്പലണ്ടി മിഠായിയും ഐസ്ക്രീമുമാണ് പ്രധാന ഇനങ്ങൾ. കൂടാതെ ന്യൂജൻ താരങ്ങളായ ലേസ് തുടങ്ങിയവയും ഇവിടെയുണ്ട്. ശരിക്കും ഇവിടെ ബോറടിക്കുമ്പോ ഞാന് എൻ്റെ കളിപ്പാത്രം ഇതൊക്കെ വിൽക്കും. എന്നിട്ട് ഇവിടുത്തെ ഒരു ചെയറുണ്ട്, ആ ചെയറൊക്കെ ഇട്ടിട്ട് വെറുതെ കളിക്കും. അപ്പോഴാണ് സ്പ്രൈറ്റും ജിംസും ഇതൊക്കെ മേടിച്ചോണ്ടത്. അപ്പൊ ഞാൻ അവരെ വെറുതെ വെച്ചു. അപ്പൊ ഉമ്മയും പറഞ്ഞു, ഇത് കട ഇവിടെ ടേബിളൊക്കെ വിരിച്ചിട്ട്, സ്റ്റഡി ടേബിളാണിത്, ഇതൊക്കെ വിരിച്ചിട്ട് ഇവിടെ ആക്കിക്കോളൂ. ചെറുപ്പം മുതലാളി കളി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇത് തട്ടുകട എന്നുള്ള രൂപത്തിൽ കടലാസിലൊക്കെ എഴുതി വെച്ച് അത് കച്ചവടമായിട്ടൊക്കെ നിരത്തി വെച്ച് അങ്ങനെയുള്ള സംവിധാനമൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെയുള്ള കളി എല്ലാ സാധനങ്ങൾക്കും അത് ചെയ്യാം. പിന്നെ ഈ മറ്റുള്ള പലഹാരങ്ങളൊക്കെ മസാല ദോശ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ എന്നിട്ട് ഓരോ ഇലകൾ പൊട്ടിച്ച് അതിലൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് തരും. ഈ പരിപാടിയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ പരിപാടികളിലും ഭയങ്കര ആക്റ്റീവാണ്. അൽഫസയുടെ കൂട്ടുകാരുൾപ്പെടെ നിരവധി പേർ സാധനങ്ങൾ വാങ്ങാനായി കടയിലും എത്തുന്നുണ്ട്. കച്ചവട രംഗത്ത് മാത്രമല്ല പഠന രംഗത്തും കലാരംഗത്തും അൽഫസ മിടുക്കനാണെന്ന് അയൽവാസിയും മുൻ പഞ്ചായത്ത് അംഗവുമായ സുരേഷ് പറഞ്ഞു. പല കുട്ടികളും ഈ പ്രായത്തൊക്കെ മറ്റുള്ള കളികളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇച്ചാപ്പി സ്വന്തമായിട്ടൊരു സംരംഭം അവൻ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ അതിന് വീട്ടുകാരൊക്കെ നല്ല പ്രോത്സാഹനം കൊടുത്തു. കുട്ടികൾ നാട്ടുകാരൊക്കെ ഒന്നുകൂടെ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഇച്ചാപ്പിക്ക് ഒരു ദിവസം നല്ലൊരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. ഇച്ചാപ്പി ഇത് മാത്രമല്ല, ഒരുപാട് മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. നാടക, കളരി, അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലൊക്കെ ഇച്ചാപ്പി അവൻ്റെ കഴിവ് തെളിയിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളെക്കാൾ ഉപരി അവൻ്റെ പ്രായത്തേക്കാൾ ഉപരിയുള്ളൊരു ബുദ്ധിയും അവൻ്റെ ഒരു പ്രവർത്തനം ഒരു വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങളെല്ലാവരും ഇച്ചാപ്പിക്ക് എല്ലാവിധ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ എല്ലാവിധ പ്രോത്സാഹനം ഇച്ചാപ്പി കൊടുക്കാറുണ്ട്, വീട്ടുകാർ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ തൊഴിലില്ലായ്മയുടെ കാലത്തൊക്കെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ നടക്കുന്ന സമയത്ത് അവൻ ഈ ചെറിയ പ്രായത്തിൽ ഒരു ചെറിയ തൊഴിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് നമുക്കൊക്കെ. ഭാവിയിൽ ഒരു ബിസിനസ്സുകാരനായി വളരാനാണോ താല്പര്യമെന്ന ചോദ്യത്തിന് അൽഫസയുടെ ഉത്തരം വളരെ കൗതുകമുള്ളതായിരുന്നു. ബിസിനസ് ഇഷ്ടമാണെങ്കിലും ഒരു അഭിനേതാവാകാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ ആത്മവിശ്വാസം ഏറെയുണ്ടായിരുന്നു. എന്ത് ആയിത്തീരാനാണ് ആഗ്രഹം? ഇതുപോലെ കച്ചവടം ചെയ്ത് കച്ചവടമല്ല, ഒരു ആക്ടർ ആവാനാ ഇഷ്ടമായിരുന്നെ. പിന്നെ ഇതുപോലെ തോന്നിയ കാരണം ഒരു കട വെച്ചു, ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ട്. രാവിലെ എത്ര മണി തൊട്ട് ഇരിക്കും കച്ചവടം ചെയ്യാനായിട്ട്? 8:00-8:30ക്കും 10:00ക്കും. ഒരുപാട് ആളുകൾ വന്ന് മേടിക്കുന്നുണ്ടോ സാധനങ്ങൾ? എന്തൊക്കെയാണ് കച്ചവടത്തിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ? എന്തൊക്കെയാണ് ഉപ്പിലിട്ട ഐറ്റംസും, പിന്നെ മിഠായി, ജ്യൂസുകൾ, കഷ്ണമാങ്ങ, വലിയ മാങ്ങ, നെല്ലിക്ക, ഇരുമ്പമ്പുളി, പിന്നെ നാരങ്ങ മിഠായി, ജെംസ്, ലേസ്, മാങ്ങ ഉണക്കിയത്, ജ്യൂസുകൾ, കപ്പലണ്ടി മിഠായി, അലുവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഐസ്ക്രീമും ഉണ്ട്. അവധിക്കാല കച്ചവടത്തിൽ നിന്നും കിട്ടിയ ലാഭം കൊണ്ട് ഒരു ജീപ്പ് വണ്ടി വാങ്ങണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഈ കിട്ടുന്ന വരുമാനം എന്താണ് ചെയ്യണം? പൈസയൊക്കെ കൂടി എനിക്കൊരു വണ്ടി വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം. എന്ത് വണ്ടി? ജീപ്പ്. തൻ്റെ സംരംഭത്തിന് വീട്ടുകാരും കൂട്ടുകാരും നൽകിയ പിന്തുണയും ഈ കൊച്ചു ബിസിനസ്സുകാരൻ നന്ദിയോടെ സ്മരിച്ചു.